ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ടോപ്പ് 5 വരുന്നൊരു ആക്ടറാണ്. അപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ദിലീപ്, ജയറാം ഇങ്ങനെയാണ് വരാം. ഈ ഒരു ജയറാമാണ് അടുത്ത ഇൻഡസ്ട്രിയിൽ പോയിട്ട് തമിഴിലൊക്കെ തെലുങ്കിലൊക്കെ പോയിട്ട് വളരെ മോശം കോമാഡി റോളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ റെട്രോ, ഇപ്പോൾ ഗെയിം ചേഞ്ചർ, അതുപോലെ പൊന്നൈൻ സെൽവൻ, അവിടുത്തെ ഏതെങ്കിലും സെക്കൻഡറി ആക്ടർ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ ഒരു ടയർ 1 ആക്ടർ അവിടെ പോയിട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ ഒന്ന് ചെയ്യില്ല. അപ്പോൾ ജയറാമേട്ടന് അങ്ങനെ സ്വന്തം വില നോക്കിയിട്ടല്ല, എന്തെങ്കിലും ഒരു ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ അത് ചെയ്യുക. സ്വന്തം ഇൻഡസ്ട്രിയിൽ നല്ല നല്ല സാധനങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പോൾ അവസാനം ഇറങ്ങിയ ഹോസ്റ്റലർ തന്നെ മമ്മൂക്കക്കാരനാണ് ആ പടം ഹിറ്റായിട്ടുള്ളത്. ഒരു തണുപ്പൻ ക്യാരക്ടറായിരുന്നു ജയറാമേട്ടൻ്റെ ക്യാരക്ടർ. അപ്പോൾ മൂപ്പര് പണ്ട് ഇതുപോലെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദളപതിയുടെ കാസ്റ്റിൽ, അതായത് അരവിന്ദ് സ്വാമിയുടെ കാസ്റ്റിലേക്ക് ജയറാമേട്ടനെയാണ് ആദ്യം സമീപിച്ചിരുന്നത്. അപ്പോൾ ജയറാമേട്ടൻ അത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് ചെയ്തിരുന്നെങ്കിൽ റോജയിലും ബോംബെയിലും ജയറാമേട്ടനായിരുന്നു അതിൻ്റെ നായകൻ. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് വേറെ ഏതെങ്കിലും സിനിമകൾ ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ജയറാമേട്ടൻ ഇനി ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പുതിയ ചെറിയ പിള്ളേരായിട്ട് പടങ്ങൾ ചെയ്യുക, പുതിയ ഡയറക്ടേഴ്സായിട്ട് പടങ്ങൾ ചെയ്യുക. മമ്മൂക്ക ചെയ്യണ പോലെ ഡിഫറെൻറ്റ് ജോണേഴ്സ് ചെയ്യുക. അതുപോലെ ലാലേട്ടൻ്റെ മമ്മൂക്കയൊക്കെ വില്ലനായിട്ട് ചെയ്യുക. വില്ലന്മാർക്കൊക്കെ ഭയങ്കര സ്കോപ്പാണ്. വില്ലനൊക്കെ ആയിട്ട് ചിലപ്പോൾ ദിലീപ് ബബ്ബയിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ബ്രേക്ക് ആവും ആ പടം. അതുപോലെ തന്നെ ജയറാമേട്ടനും ചെയ്യുക വില്ലനായിട്ട്, ഇതുപോലത്തെ കോമഡി പീസ് അപ്പുറത്ത് പോയിട്ട് ചെയ്യാണ്ട്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് പറ്റും. ഇപ്പോൾ ഒരു കാളിദാസൻ ജയറാമായിട്ട് ഒരു പടം വരുന്നുണ്ട്. അതൊരു ഫാമിലി പടമായിരിക്കും. ഫാമിലി ഒന്നും ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ത്രില്ലർ, എന്തെങ്കിലും ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ തുടരൊക്കെ ഉണ്ടല്ലേ, അതുപോലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടിയും ആൾക്കാർക്ക് ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവുള്ളൂ. അത് ജയറാമേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി വരും ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു.